ശ്രീ ടി കെ രാജഗോപാൽ, ഇപ്പോൾ പത്മകുമാറിനെതിരെ വന്നിരിക്കുന്ന തെളിവുകൾ, ആ വലിയ തെളിവുകളുടെ സമയത്തും അദ്ദേഹത്തിനെതിരെ നടപടി വേണ്ട എന്ന പാർട്ടി ഇപ്പോൾ തൽക്കാലം തീരുമാനിക്കുകയാണ്. അതിനെങ്ങനെയാണ് കാണുന്നത്? സ്മൃതി, ഇതിനകത്തില് ഞാനും കണ്ടിരുന്നു 4 മണിക്ക് ശ്രീ എം വി ഗോവിന്ദന്റെ പത്രസമ്മേളനം ഞാനും കണ്ടിരുന്നു. അദ്ദേഹം 2 കാര്യങ്ങൾ അതിനകത്ത് എടുത്തു പറഞ്ഞത്. ഒന്ന് പറഞ്ഞത്, ഇപ്പൊ കുറ്റാരോപിതൻ മാത്രമല്ലേ ആയിട്ടുള്ളൂ, അദ്ദേഹത്തിന്റെ പേരിൽ കുറ്റം ആരോപിക്കപ്പെട്ടിട്ടുള്ളതേ അല്ലേ ഉള്ളൂ, അതുകൊണ്ട് നടപടി വേണ്ട. അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗമാണെങ്കിൽ തൽക്കാലം നടപടി വേണ്ട, അതിന് ഇനിയും കോടതി തെളിയിക്കട്ടെ. അതിന് രണ്ടാമത്തെ മറുപടി അദ്ദേഹം പറയുന്നത്, കോടതി തെളിയിക്കട്ടെ, കോടതിയിൽ അദ്ദേഹം കുറ്റം തെളിയിക്കപ്പെടുകയാണെങ്കിൽ അപ്പോൾ നടപടിയെടുക്കാം. അതിന് കാലതാമസം വരത്തില്ലെന്ന് ചോദിച്ചപ്പോൾ മാഷൊന്ന് ചിരിച്ചുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. കാലതാമസം ഒന്നൊരു പ്രശ്നമല്ല, നമുക്ക് ചെയ്യാവുന്നതാണ്. എനിക്ക് തോന്നുന്നത് അതിനുശേഷം അദ്ദേഹം രണ്ടാമതൊരു കാര്യം പറഞ്ഞു. ഇപ്പൊ കുറച്ചൊക്കെ കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്, ഈ സ്വർണ്ണമോഷണവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇനിയും ഇതിലേറെ പുറത്തു വരാനുണ്ട്, അങ്ങനെയാണെന്ന് തോന്നുന്നു അദ്ദേഹം പറഞ്ഞത്. ഇനിയും ഇതിലേറെ കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. നോക്കുക, ഒരു അധ്യാപകന്റെ സത്യസന്ധതയോട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പഴയ അധ്യാപകനായിരുന്നല്ലോ അദ്ദേഹം, വളരെ സത്യസന്ധമായിട്ട് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ മുമ്പ് ശ്രുതി സൂചിപ്പിച്ചില്ലേ, അവിടെ പത്മകുമാറിൽ നിന്ന് അത് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴിയെടുക്കും. അങ്ങനെയാണ് ഇപ്പൊ ഏറ്റവും പുതിയ വാർത്ത വരുന്നത്. ആദ്യഘട്ടത്തിൽ അങ്ങനെയൊന്നും പറഞ്ഞിരുന്നില്ലല്ലോ, കടകംപള്ളിയുടെ കാര്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും പറഞ്ഞിരുന്നില്ല. ഒരു പക്ഷെങ്കിലെ ഗോവിന്ദൻ മാഷ് അതാണോ ഉദ്ദേശിച്ചത്? അങ്ങനെ ഒരു കുറ്റാരോപിതനല്ല. ഇനി ആരെങ്കിലും ഒക്കെ കൂടെ ഒന്നിച്ചു വരികയാണെങ്കിൽ ഇനി അങ്ങനെ 2, 3, 4 പേര് വരിക. കടകംപള്ളിയുടെ ഇടപെടൽ, കടകംപള്ളിയുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ശ്രീ രാജഗോപാൽ പറഞ്ഞത് കടകംപള്ളിയുടെ ഇടപെടൽ ഉണ്ട് എന്നത് നിങ്ങളുടെ ആഗ്രഹമല്ലേ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാചകം. അതിനുശേഷം പറഞ്ഞത് ആരും ഉണ്ടെന്നോ ഇല്ലെന്നോ താൻ പറയില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു കൈകഴുകലുണ്ട്, പാർട്ടിക്ക് ഉറപ്പില്ല. എത്ര കൈ കഴുകിയാലും അതിൽ നിന്ന് രക്ഷപ്പെടാനൊക്കത്തില്ല. ഇത്തരം കേസുകളിലെ ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനൊക്കത്തില്ല. കാരണം പത്മകുമാർ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്താണ്? നമ്മൾ ഇതിനെ ഒരു ഫുട്ബോൾ കളിയായിട്ടൊക്കെ ഉപമിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, പത്മകുമാർ കൃത്യമായിട്ടും പെനാൽറ്റി ബോക്സിലേക്കാണ് പന്തടിച്ചിട്ടിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് ബോക്സിലേക്ക് അദ്ദേഹം പന്തടിച്ചിട്ടിട്ട് വെളിമാറി നിൽക്കുകയാണ്. അപ്പൊ ഈ ബോക്സിനകത്തിനെ ഉള്ളത് ആരൊക്കെയാണ്? ബോക്സിനകത്തിലുള്ളത് പത്മകുമാറിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ദൈവതുല്യരാണ്. ഇനിയും കളിക്കളത്തിൽ നിൽക്കുന്നത് 4-5 പേരെന്ന് പറയുന്നത് ദൈവതുല്യരായ ആളുകളാണ്. പത്മകുമാർ പറഞ്ഞതാണ്, എന്റെ വാചകമല്ല. പത്മകുമാർ പറയുന്നത് ഒരു പക്ഷെങ്കിൽ ശബരിമലയിലെ ദൈവതുല്യനായിരിക്കാം, അതല്ലെങ്കിൽ പാർട്ടിയിലെ ദൈവതുല്യരായിരിക്കാം. അതൊക്കെ ചേർന്ന് വരികയാണ്. പത്മകുമാറിന്റെ അന്നത്തെ ആ വാക്കുകളും ഇപ്പൊ കാണുന്ന പ്രവൃത്തിയും കൂടെ നമ്മൾ നോക്കുമ്പോൾ ഇതൊക്കെ ചേർന്ന് വരികയാണ്. പത്മകുമാറിന്റെ പന്ത് സ്വീകരിക്കാൻ ആദ്യം തയ്യാറായിട്ടില്ല അല്ലെ? പത്മകുമാർ ഇട്ടുകൊടുത്ത പന്ത് വാസുവിൽ നിന്നാണ് പത്മകുമാറിലേക്ക് വന്നു. പക്ഷെ പത്മകുമാർ ഇട്ടുകൊടുത്ത പന്തേൽ തൊടാൻ പാർട്ടി തയ്യാറാകുന്നില്ല. അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ, ദേവസ്വം മന്ത്രി, അദ്ദേഹത്തിന്റെ മുകളിലുള്ള ആള് ദേവസ്വം മന്ത്രിയായിരുന്ന ശ്രീ കടകംപള്ളി സുരേന്ദ്രനാണല്ലോ. അദ്ദേഹത്തിന് അപകടം അറിയാമായിരുന്നു. അദ്ദേഹത്തിന് അപകടം അറിയാമായിരുന്നു. അതുകൊണ്ട് കൈ കൊണ്ടും തൊട്ടില്ല, കാലുകൊണ്ടും തൊട്ടില്ല. പറഞ്ഞില്ലേ, പെനാൽറ്റി ആകണ്ട, അല്ലെങ്കിൽ ഓഫ് സൈഡ് ആയി പോരണ്ട, പന്തിന് മുമ്പേ ഓടിക്കേറി, അതായത് ആരോപണം തെളിയുന്ന വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ SIT വിളിപ്പിക്കുന്നതിന് മുമ്പ് അതേ കയറി തൊട്ട് ഓഫ് സൈഡ് ആകണ്ട അത് കരുതിയിട്ടായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇപ്പൊ വരികയാണ്, ഇപ്പൊ വൈകുന്നേരം കൃത്യമായിട്ട് അത് വന്നു കഴിഞ്ഞല്ലോ. അതുപോലെ ഈ കത്ത് പത്മകുമാർ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു കത്ത് വന്നിരുന്നു, അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പേരിലാണ്, ദേവസ്വം മന്ത്രിയുടെ പേരിൽ വന്ന കത്താണ്. ആ കത്താണ് തിരിച്ച് ദേവസ്വം ബോർഡിലേക്ക് എത്തിയെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു കത്ത് അയച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഈ കട്ടളപ്പാളി ഇളക്കി കൊണ്ടുപോകുന്ന കാര്യത്തില് എനിക്ക് അനുവാദം തരണം, ഞാനിത് പൊതിഞ്ഞുകൊണ്ടുവരാം, ഞാനിത് നന്നാക്കിക്കൊണ്ടുവരാം, ഇതിന് വളരെ സ്വർണ്ണമൊക്കെ ചേർന്ന് ഇത് ചെമ്പ് തെളിഞ്ഞിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞ്. അപ്പൊ ഈ കത്ത് എങ്ങനെ വന്നതാണ്? ആദ്യം കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രി പറഞ്ഞു അദ്ദേഹം കണ്ടിട്ടില്ലെന്നാണ്. ശരിയായിരിക്കാം, അദ്ദേഹം കണ്ടു കാണത്തില്ലായിരിക്കാം ഈ കത്ത്. അല്ലെങ്കിൽ പിന്നെ ഈ കത്ത് എങ്ങനെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തിയിരിക്കുന്നത്? ഒരു പക്ഷെങ്കില് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കത്ത് ഒരു പക്ഷെങ്കിൽ അദ്ദേഹത്തിന് സാമ്പത്തിക പ്രയാസം കൊണ്ട് സ്റ്റാമ്പ് മേടിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് കൂലിക്കത്തായിട്ട് ദേവസ്വം ബോർഡ് ഓഫീസിന്റെ പേരിലേക്ക് അയച്ചതാണോ? ഈ ദേവസ്വം ഒന്ന് കണ്ടതുകൊണ്ട് അത് ദേവസ്വം ബോർഡ് ഓഫീസിൽ കൊണ്ടൊന്നും അല്ലല്ലോ. പക്ഷെ പത്മകുമാർ ഇത് പൊട്ടിച്ചു വായിച്ചപ്പോൾ അതിനകത്തിൽ ഫ്രം അഡ്രസ് കണ്ടിട്ടായിരിക്കാം. ഫ്രം അഡ്രസ്സിനകത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് കാണുന്നുണ്ടല്ലോ, അത് കണ്ടിട്ടായിരിക്കാം എന്നെനിക്ക് തോന്നുന്നത്. ഞാൻ സംശയിക്കുന്നു. പത്മകുമാർ അത് പൊട്ടിച്ചു വായിച്ചിട്ടാണ് ഈ മഹസർ തയ്യാറാകുന്നത്. ശബരിമലയിലെ ഈ മഹസർ തയ്യാറാകുന്നു, കട്ടളപ്പാളിയുടെ മഹസർ അവിടെ തയ്യാറാകുകയാണ്. അതൊരു പക്ഷെങ്കിൽ ആദ്യത്തെ പറയുന്ന AO അല്ലെങ്കിൽ അത്തരം എക്സിക്യൂട്ടീവ് ഓഫീസറോ അവരൊക്കെ ആയിരിക്കും ചെയ്തിരിക്കുന്നത്. ആ സമയത്ത് ദേവസ്വം ബോർഡിന്റെ മെമ്പർമാർ, അദ്ദേഹത്തിന്റെ കൂടെ 2 മെമ്പർമാരുണ്ട്, അവരോട് ആവശ്യപ്പെട്ടു എന്ന് പറയുന്നത്, നിങ്ങൾ ഇതിനകത്തില് ഞാൻ ചില പരിഷ്കാരങ്ങളൊക്കെ വരുത്താൻ പോവുകയാണ്, ചില പച്ചമഷിക്കൊക്കെ ചില വെട്ടലുകൾ നടത്തും,
ഇതിനകത്ത് ആവശ്യമില്ലാത്ത കുറെ വാക്കുകൾ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് സ്വർണം പൊതിഞ്ഞ എന്നൊക്കെ ചില വാക്കുകൾ കാണുന്നുണ്ട്. അതെല്ലാം അദ്ദേഹം വെട്ടിക്കളഞ്ഞു. അദ്ദേഹത്തിന് അറിയാമായിരിക്കും എന്താണെന്ന് ആ നിലപാടിന്റെ കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നിട്ട് അദ്ദേഹത്തിന്റെ ചെമ്പ് വാളിയാക്കി, എല്ലാം ചെമ്പാക്കി. എന്നിട്ട് ഈ മെമ്പർമാരോട് ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. അത് കൈപ്പടയിൽ തന്നെ എഴുതിയ രൂപത്തിൽ തന്നെയാണ് അത് കണ്ടെത്തിയിരിക്കുന്നത്. പറഞ്ഞു. അതാണ് തെളിവായത്. അതെ, പച്ചമഷിക്കാണ് എല്ലാം വെട്ടിക്കളഞ്ഞ ശേഷമാണ് അദ്ദേഹത്തിന്റെ സ്വന്തം കൈപ്പടയിൽ തന്നെ എഴുതിയിരിക്കുകയാണ്. അതിൽ കൂടെ ഒരു പ്രൂഫ് വേണ്ടായല്ലോ. അതെല്ലാം പിടിച്ചെടുത്തിട്ടുണ്ട്, SIT പിടിച്ചെടുത്തിട്ടുമുണ്ട്. അപ്പൊ ഈ സമയത്ത് ഈ മെമ്പർമാരെ എല്ലാവരെയും അതിനകത്ത് അദ്ദേഹത്തിന് ഭീഷണിപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പോലീസ് കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളാണ് അതിലൊരു മെമ്പർ എന്ന് പറയുന്നത്. അദ്ദേഹത്തോട് അധികം ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ അദ്ദേഹം വിളിച്ചു പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ടൊക്കെ ആയിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു മെമ്പർമാരെ ഇതിനകത്ത് ഒപ്പിടാൻ വിസമ്മതിച്ചു എന്നാണ് പറയുന്നത്. ഈ സമയത്താണ് കമ്മീഷണർ വഴി ഈ കത്ത് മുമ്പ് ഫോർവേഡ് ചെയ്യുകയാണ്. അതിനുശേഷം പോറ്റിക്ക് ഇത് ഇളക്കി കൊടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു. അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ അപ്പോൾ പോലും ദേവസ്വം മാനുവൽ പാലിക്കണമെന്നുള്ളത് പത്മകുമാരൻ അറിയത്തില്ലേ? ദേവസ്വം മാനുവൽ പാലിക്കണം. അങ്ങനെ നന്നാക്കണമെന്നുണ്ടെങ്കിൽ ശബരിമല സന്നിധാനത്ത് വെച്ച് നന്നാക്കാമല്ലോ. അദ്ദേഹത്തിന് ദേവസ്വം മാനുവൽ അറിയാൻ കഴിയില്ല എന്നൊന്നും നമുക്ക് പറയാനൊക്കത്തില്ല. കാരണം അതിനുശേഷം അദ്ദേഹം അയ്യപ്പന്റെ യോഗദണ്ഡും രുദ്രാക്ഷമാലയും അവിടുന്ന് എടുത്ത് നന്നാക്കിയിട്ടുണ്ട്, ഇല്ലേ? നമുക്കറിയാം ശബരിമലയിൽ ഏറ്റവും പരിപാവനമായിട്ട് കരുതുന്നതാണ്, ഈ പോയ സ്വർണത്തെക്കാട്ടിലൊക്കെ പരിപാവനമായിട്ട് ഭക്തർ കരുതുന്നതാണ് യോഗദണ്ഡും രുദ്രാക്ഷമാലയും, അല്ലേ? ഹരിവരാസനം കഴിഞ്ഞാൽ ഭസ്മാഭിഷേകത്തിനായ അയ്യപ്പനെ, ഭസ്മത്തിൽ മൂടിയ അയ്യപ്പനെ അവർ യോഗദണ്ഡും രുദ്രാക്ഷമാലയും കൊടുത്തിട്ടാണ് അവിടെ ഇരുത്തുന്നത്. ഇതിന് രണ്ടിനും കേടുണ്ടെന്ന് കണ്ടുപിടിച്ചു. ആലോചിച്ച് നോക്കണം. ഇത് രണ്ട് വസ്തുക്കൾക്ക് മാലയുടെ രുദ്രാക്ഷ മാല പൊട്ടലുണ്ടായിട്ടുണ്ട്, യോഗദണ്ഡിന് എന്തോ കേടുണ്ടെന്നൊക്കെ കണ്ടുപിടിച്ചെന്നാണ് പറയുന്നത്. അത് കണ്ടുപിടിക്കാൻ സാധാരണ ഭക്തന്മാർക്കൊന്നും അതിന് കഴിയത്തില്ല. കാരണം നമ്മളാരും അത് കാണുന്നില്ല, നമ്മളൊക്കെ വളരെ ദൂരെ നിന്നാണ് കാണുന്നത്. അത് കണ്ടുപിടിക്കണമെന്നെങ്കിൽ, അതിന്റെ കുഴപ്പം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ശ്രീകോവിലിനകത്ത് കയറുന്ന തന്ത്രിക്ക് കഴിയുമായിരിക്കാം, അതല്ലെങ്കിൽ അവിടുത്തെ മേൽശാന്തിക്ക് കഴിയും. ഇവർക്ക് രണ്ടുപേർക്ക് ഇതിന്റെ കുഴപ്പം കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അവരാണോ പറഞ്ഞത് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും പത്മകുമാർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഒരു കാര്യം ചെയ്ഞ്ഞ് തന്നേര്, ഇത് രണ്ടും ഇഞ്ഞ് തന്നേര്, ഞാൻ എന്റെ കുടുംബത്തെ, എന്റെ മകനെ കൊണ്ട് തന്നെ നന്നാക്കിച്ച് തരാമെന്ന് പറയുന്നു. പക്ഷെ അത് എവിടെ വെച്ചാണ് പണിഞ്ഞതെന്ന് ആലോചിച്ച് നോക്കി. അത് നന്നാക്കിയത് എവിടെ വെച്ചാണ്? ശബരിമല സന്നിധാനത്ത് വെച്ച് തന്നെയാണ് നന്നാക്കിയത്. അപ്പൊ അദ്ദേഹത്തിന് ദേവസ്വം മാനുവൽ അറിയത്തില്ലേ? പാളി ഇളക്കിക്കൊണ്ട് പോയ സമയത്ത്, കട്ടളപ്പാളി ഇളക്കിക്കൊണ്ട് പോയ സമയത്ത് ദേവസ്വം മാനുവൽ അറിയത്തില്ലായിരുന്നു. സ്വന്തം കൈപ്പടയിൽ വെട്ടും തിരുത്തും ഒക്കെ നടത്തി. പക്ഷേ ഈ രണ്ടാമത് അവർ തന്നെ ചെയ്ത പ്രവൃത്തികൾ, അദ്ദേഹത്തിന്റെ മകനും കൂടെ ചേർന്ന് നടത്തിയ ആ പ്രവൃത്തി, അത് സന്നിധാനത്ത് വെച്ച് തന്നെയാണല്ലോ ചെയ്തത്. അപ്പൊ ദേവസ്വം മാനുവൽ അദ്ദേഹത്തിന് അറിഞ്ഞുകൂടായിരുന്നു എന്നുള്ളതൊരു കളവല്ലേ? ആ കളവാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, കൃത്യമായിട്ട് ഇതിങ്ങനെ പന്ത് തട്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനതാ പറഞ്ഞ അടുത്ത ആളിലേക്ക് വരും, തീർച്ചയായിട്ടും അടുത്ത ആളിലേക്ക് വരും. പക്ഷേ ശ്രീ രാജഗോപാൽ, അതിലൊരു ന്യായീകരണം പറയാവുന്നത്, അതിലൊരു സ്വാഭാവികത കൽപ്പിച്ചുകൊണ്ട് പറയാവുന്ന ഒരു കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റി അത് ആദ്യം തന്നെ ദേവസ്വം മന്ത്രിയെ സമീപിക്കുന്നു. അപ്പോൾ ദേവസ്വം മന്ത്രി സ്വാഭാവികമായി എന്താണ് ചെയ്യുന്നത്? ദേവസ്വം പ്രസിഡന്റിന് കൈമാറുന്നു, അങ്ങോട്ടേക്ക് തിരിച്ചയക്കുന്നു, അവരിലേക്ക് അയക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാര്യമല്ലേ അന്നത്തെ ദേവസ്വം മന്ത്രി ചെയ്തിട്ടുള്ളൂ എന്നൊരു വാദം വേണമെങ്കിൽ വാദത്തിന് പറയാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ സാങ്കേതികമായ കാര്യങ്ങളാണ്, ദേവസ്വത്തിന്റെ വാതിൽ. അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ നമ്മൾ സമ്മതിക്കണം. ഒരു പക്ഷെങ്കിൽ ഈ പോറ്റിയെ സംബന്ധിച്ച് മുൻ അറിവുകൾ ദേവസ്വം മന്ത്രിക്ക് ഉണ്ടായിരിക്കാം. ചില ചിത്രങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ, അവര് വളരെ അടുത്തിരുന്ന് സംസാരിക്കുന്നതുമായിട്ടുള്ള ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം ചില കുടുംബത്തിന് ഒരു വീടിന്റെ പാലുകാച്ച് വെള്ള ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അവർ സംബന്ധിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ പോറ്റിയെ കുറിച്ച് അറിയാമായിരിക്കാം, എനിക്കതിനെക്കുറിച്ച് കൃത്യമായ അറിവില്ല. പക്ഷേ അങ്ങനെ ഉണ്ടായിരിക്കാം, അവർ തമ്മിൽ വളരെ അടുപ്പമുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ഇതിൽ മറ്റൊരു പുനരാലോചന പോലും ഇല്ലാതെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ കഥാപാത്രം അയക്കുന്ന കത്ത് അപ്പാടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിലേക്ക് ഫോർവേഡ് ചെയ്യുമോ? അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? നമുക്കിതിനെക്കുറിച്ച് ധാരണയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മളാരും അങ്ങനെ ചെയ്യാറില്ല. ആരാണ് ഈ കഥാപാത്രം, ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, അയാളുടെ പശ്ചാത്തലം എന്താണ്, അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കും. അന്വേഷിക്കാതെ അല്ല, പോസ്റ്റ്മാന്റെ ജോലിയാണ് അവിടെ ഇരിക്കുന്നത്. ദേവസ്വം മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പോസ്റ്റ്മാന്റെ ജോലിയൊന്നും അല്ലല്ലോ ഇരിക്കുന്നത്, വെറുതെ ഒരു കത്തെടുത്തിട്ട് പ്രസിഡന്റ് അയച്ചു കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് അറിവുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിന് മൊഴിയെടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.